എല്ലാവർക്കും നമസ്കാരം. കബീർ കെ ദോഹെ എന്ന പാഠഭാഗത്തു നിന്നുമുള്ള 2 ദോഹകളുടെ വ്യാഖ്യാനമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഹിന്ദിയിലും മലയാളത്തിലുമായുള്ള ദോഹകളുടെ വിശദീകരണം നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ സദ്ഗുരു കി മഹിമ അനന്ത് അനന്ത് കിയ ഉപകാർ ലോചൻ അനന്ത് ഉഖാരിയ അനന്ത് ദിഖാവനഹാർ എന്ന ദോഹയുടെ വിശദീകരണം നൽകിയിരുന്നു. ഇന്ന് ചൗസട്ടി ദീവ ജോയി കരി എന്ന് തുടങ്ങുന്ന ദോഹയുടെയും പാസ പകട പ്രേമുക എന്ന് തുടങ്ങുന്ന ദോഹയുടെയും വിശദീകരണങ്ങളാണ് നൽകുന്നത്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ദോഹ ഇങ്ങനെയാണ്: ചൗസട്ടി ദീവ ജോയി കരി ചൗദ ചന്ദ മാഹി തിഹിഗർ കിസ്കോ चांदना जिहिगर गोविंद नाही. यहाँ पर कबीर जी ने क्या बताया है? देखो, अगर कोई व्यक्ति गोविंद यानी कि ईश्वर का नाम स्मरण नहीं करता है तो उस व्यक्ति के घर पर 64 दिया जलाने और 14वीं का चांद का यानी कि पूर्ण चंद्र का प्रकाश भी फैला दिया जाए तो भी उस घर में अंधेरा ही कायम रहेगा और उस घर में प्रकाश नहीं रहता है. इसका भाव यही है कि पूजा अर्चना, मंदिर मस्जिद जाना, तीर्थ करना, रोज़ा रखना, नमाज पढ़ना, मूर्ति पूजा करना आदि धार्मिक अनुष्ठान सिर्फ एक दिखावा है. ये सब करने पर भी हृदय का अंधेरा वहीं पर कायम रहेगा अगर पवित्र मन से ईश्वर का स्मरण न करते हैं तो. इसी अंधेरे को दूर करने के लिए हर व्यक्ति पवित्र मन के साथ ईश्वर का स्मरण करना चाहिए. ईश्वर के सुमिरन यानी कि स्मरण, उसके बिना बाहर के साधनों से किया गया प्रकाश कोई मायने नहीं रखता है. जब तक कि शरीर में ही अंधेरा है. शरीर या हृदय का अंधेरा तभी दूर होगा जब वह पूरी हृदय से ईश्वर के नाम का स्मरण करे. यहाँ व्यक्ति का शरीर ही घर है और उजाले से अभिप्राय है ईश्वर के नाम का स्मरण. ईश्वर की प्रार्थना पवित्र दिल से करने के लिए कबीरदास अनुरोध करते हैं. सिर्फ व्यर्थ धार्मिक अनुष्ठानों करने से दिल में ईश्वर का प्रकाश नहीं फैलता, नहीं भर जाता है ईश्वर का प्रकाश. ഇനി ഇതിൻ്റെ മലയാളത്തിലുള്ള വ്യാഖ്യാനം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ദോഹയിലൂടെ ഈശ്വരൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് കബീർദാസ് ചെയ്യുന്നത്. ഈശ്വര രൂപി എന്ന പ്രകാശം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് കബീർ പറയുന്നത്. നിർഗുണ ഭക്തിധാരയിലെ കവിയായ കബീർദാസിൻ്റെ ഈശ്വരൻ അരൂപിയാണെന്നറിയാമല്ലോ. നമുക്ക് നേരെ ദോഹയുടെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. കബീർദാസ് ഇതിൽ ഭക്തിയുടെ ബാഹ്യാഡംബരങ്ങൾ നടത്തുന്നവരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. പൂജ, വഴിപാട്, അർച്ചന, അമ്പലം, പള്ളി എന്നിവിടങ്ങളിലുള്ള പോക്ക്, നിസ്കാരം, വിഗ്രഹാരാധന, നോമ്പ്, വ്രതമനുഷ്ഠിക്കൽ തുടങ്ങിയവയാണ് ഭക്തിയുടെ ബാഹ്യാഡംബരങ്ങളെന്ന് കബീർദാസ് പറയുന്നു. വീടിന് ചുറ്റും വീട്ടിലും അസംഖ്യം വിളക്ക് തെളിയിക്കുന്നതും മറ്റും ഭക്തിയുടെ ഷോവനിസമാണ്, അത് വ്യർത്ഥവുമാണ് എന്ന് കബീർ പറയുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? കാര്യം ഇതാണ്: ഈശ്വരനെ സ്മരിക്കാതെ ഒരുവൻ പുറത്തു നിന്നുള്ള വസ്തുക്കളാൽ, അതായത് 64 ദീപങ്ങൾ കത്തിച്ചു വെച്ചാലും പൗർണമി ദിനത്തിലെ പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം പരന്നാലും ആ വീട്ടിൽ ഇരുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവിടെ പ്രകാശം ഉണ്ടാവുകയേയില്ല. ഇതിനർത്ഥം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈശ്വരചിന്ത സത്യമായ രീതിയിൽ, പവിത്രമായ രീതിയിൽ ഇല്ല എങ്കിൽ അവിടെ ഇരുട്ടിൻ്റെ വിളനമാകുന്നതാണ്. മറ്റൊരു രീതിയിലുള്ള സംവിധാനങ്ങളാൽ ഈ ഇരുട്ടിനെ ഒരിക്കലും മാറ്റാൻ കഴിയുകയേയില്ല. ബാഹർ കെ സാധനോ കാ കോയി മായനെ നഹീ രഖ്താ, പുറത്തു നിന്നുള്ള വസ്തുക്കൾ കൊണ്ട് ഒരു കാര്യവുമില്ല. ഈശ്വരസ്മരണ, അതും പവിത്രമായ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നന്മയുടെ പ്രകാശം ഉണ്ടാകൂ. ശരീരം തന്നെയാണ് വീട്. അതുപോലെ തന്നെ വെളിച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരൻ്റെ നാമം സ്മരിക്കുക എന്നുള്ളതാണ്. ഈശ്വര സ്മരണയാണ് ഈശ്വരൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം.
അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലെ ഇരുട്ടകറ്റാൻ ഈശ്വരസ്മരണം മാത്രം മതിയെന്നും പവിത്രമായ ഹൃദയത്തിൽ മാത്രമേ ഈശ്വരൻ്റെ പ്രകാശം നിലനിൽക്കുകയുള്ളൂ എന്നും. ഇതിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്ത നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അങ്ങനെ എഴുതിയെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. കൂടുതൽ അതിനെക്കുറിച്ച് പറയാനില്ല. ഇനി അടുത്ത ദോഹയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാലോ. അടുത്ത ദോഹ നോക്കാം. അടുത്ത ദോഹ, പാസാ പക്കടാ പ്രേം കാ സാരി കിയാ ശരീർ സദ്ഗുരു ദാവ് ബനായിया खेले दास कबीर. पहले के दो दोहाओं में कबीर ने गुरु का महत्व और ईश्वर के स्मरण का महत्व यानी कि ईश्वर का महत्व प्रस्तुत किया था. यहाँ इस दोहे में गुरु और प्रेम का महत्व का बयान किया है. कबीर ने इसमें गुरु के साथ प्रेम का भी, उसका महत्व का भी बयान किया है. प्रेम के बारे में कबीर ने बहुत दोहाए लिखे हैं. उनमें से एक दोहा तो सुनिए. सो पंडित होए ओ बंधु, पढ़े सो पंडित होए. इस दोहे में कबीरदास जी कहते हैं कि बड़ी बड़ी मोटी किताबें पढ़ने पर हर कोई पंडित नहीं होता है. सिर्फ 2 अक्षर वाले शब्द प्रेम को अच्छी तरह जो पढ़ते हैं वे ही असली पंडित होते हैं. അതായത് സ്നേഹത്തിൻ്റെ 2.5 അക്ഷരം അത് പഠിച്ചാൽ, അത് അറിഞ്ഞാൽ അവരായിരിക്കും യഥാർത്ഥത്തിൽ പണ്ഡിതനാവുക. അല്ലാതെ വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കില്ല. സ്നേഹത്തെ പഠിച്ചാൽ പണ്ഡിതനാകാം എന്നാണ് പറയുന്നത്. ഒരുപാട് വലിയ പുസ്തകങ്ങളിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. യഹാ പർ പ്രേം കി ശക്തി കാ ബയാൻ ഹുവാ ഹെ. ഇവിടെ സ്നേഹത്തിൻ്റെ ശക്തിയെയാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ ദോഹയിലേക്ക് പോകാം. ആദ്യത്തെ വരി ഇങ്ങനെയാണ്. പാസാ പക്കടാ പ്രേം കാ സാരി കിയാ ശരീർ. പാസാ കാ मतलब है डाइस. डाइस पुराने ज़माने से ही चौसर खेलों में इस्तेमाल करते थे, जो महाभारत में भी इसका नमूना है. उस समय के पासे का रूप और आज के पासे में बदलाव है. स्नेक एंड लैडर, लूडो खेलों में हम इसका नया रूप देख सकते हैं. इस खेल में सारी नीचे बिछाने वाला है और पासा फेंक कर खेल चलाता है. यहाँ कबीर कहते हैं, मैं अपने शरीर को चौसर खेल में नीचे बिछाने वाला सारी बना लिया और उसमें प्रेम को पासे के रूप में फेंकता हूँ. खेल किस प्रकार खेलना है उसी का उपदेश देने के लिए मेरे पास सद्गुरु है. उनके उपदेश के अनुसार ही जिंदगी का खेल मैं खेल रहा हूँ. गुरु का दास हूँ मैं. जो कुछ भी वे कहेंगे वो सभी ठीक होगा. उस भरोसे पर मैं अपनी जिंदगी के खेल में प्रेम का पासा फेंक कर खेलता हूँ. ഇനി ഇതിൻ്റെ മലയാള പരിഭാഷ എന്താണെന്ന് നോക്കാം. പാസ എന്ന വാക്കിൻ്റെ അർത്ഥം ഡൈസ് എന്നാണ്. പണ്ടുകാലം മുതൽക്കേ പ്രചരിച്ചിട്ടുള്ളൊരു കളിയാണ് ചതുരംഗം. ഈ കളിയിൽ ഉപയോഗിക്കുന്ന ഡൈസിന് പകിട എന്നാണ് പറയുന്നത്. ചൂതുകളിയെക്കുറിച്ച് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കളിയുടെ പഴക്കം മനസ്സിലാക്കാം.
ഈ കളിയുടെ പുതിയ ജനറേഷൻ, അതായത് ന്യൂ ജനറേഷൻ ഫോം ആണ് ചെസ്സ്, പാമ്പും കോണി, ലുഡോ ഗെയിം എല്ലാം. ചെസ്സിൽ ഡൈസിന് സ്ഥാനമില്ലെങ്കിലും നിലത്ത് വെക്കുന്ന ബോർഡ് പോലെയായിരുന്നു സാരി എന്ന് പറയുന്ന ചതുരംഗ പലക. നമുക്ക് ഇതിൻ്റെ ഭാവാർത്ഥം എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കാം. ഞാൻ എൻ്റെ ശരീരത്തെ തന്നെ ഒരു സാരിയായി മാറ്റി, നിലത്ത് വിരിക്കുന്ന സാരിയായി മാറ്റി, എന്നിട്ട് അതിൽ പ്രേമരൂപിയാകുന്ന ഡൈസ് എറിയുകയാണ്. പ്രേമരൂപിയാകുന്ന ആ ഒരു ഡൈസ് എറിയുകയാണ്. സ്നേഹത്തിൻ്റെ രൂപമുള്ള ഡൈസാണ് എറിയുന്നത്. ഞാൻ എൻ്റെ മാത്രം ഇഷ്ടത്തിലല്ല ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഈ കളി എങ്ങനെ കളിക്കണം, കേസേ ഖേൽനാ ഹേ, ഇതെങ്ങനെ കളിക്കണം, ഡൈസ് എപ്രകാരം എറിയണം എന്നല്ല ഉപദേശം തരാൻ എനിക്കെൻ്റെ ഗുരുവുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. ജീവിതമാകുന്ന ഈ കളിയിൽ സ്നേഹത്തിൻ്റെ പകിട ഞാൻ എറിയുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ദാസനാണ് ഞാൻ. അദ്ദേഹം എന്നെ ഒരിക്കലും വഴി തെറ്റിക്കില്ല. വഴിതെറ്റലിൻ്റെ പാതയിൽ എന്നെ സഞ്ചരിപ്പിക്കുകയേയില്ല. ഈ ദോഹയിൽ കബീർദാസ് ഗുരുവിൻ്റെ മഹത്വം പറയുന്നതിനോടൊപ്പം സ്നേഹത്തിൻ്റെ മഹത്വവും വ്യക്തമാക്കി തരുന്നു. ജീവിതത്തെ ഒരു കളിയായി കണ്ട് അതിൽ സ്നേഹത്തെ പ്രധാന ഭാഗമായി സന്നിവേശിപ്പിച്ച് നിറച്ച് നന്മ നിറഞ്ഞ ജീവിതം ജീവിക്കണം. ശരിയായ ഉപദേശങ്ങൾ നൽകാൻ ഗുരു ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണം എന്നൊക്കെയാണ് ഇതിൽ കബീർദാസ് നമുക്ക് നൽകുന്ന ഉപദേശം. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് ഇത്ര മാത്രം. ബാക്കി ദോഹകൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.